ഒരിടത്ത് ഒരു വ്യക്തി അവന്റെ അമ്മയുടെ വിസർജ്യമണം സഹിക്കാൻ വയ്യാതെ ആ അമ്മയെ ചീത്ത പറഞ്ഞ് ശാസിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന്റെ അമ്മയെ അവൻ തോളിലേറ്റിക്കൊണ്ട് ഒരു ഉൾക്കാട്ടിലേക്ക് പോവുകയാണ്. താൻ ചെറുപ്പത്തിൽ വിസർജിക്കുകയും മറ്റും ചെയ്തപ്പോൾ ഒരു വാക്ക് പോലും തിരിച്ചു പറയാതെ സന്തോഷത്തോടെ വാരിയെറിഞ്ഞ അമ്മയെ അവൻ കൊണ്ട് ചാടാനായി കൊണ്ട് കളയാനായി ഒരു ഉൾക്കാട്ടിലേക്ക് നടന്നു പോവുകയാണ്. അവൻ അവന്റെ അമ്മയെ കാട് കാടിക്കാനാണ് കൊണ്ടുപോകുന്നു എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് അവന്റെ അമ്മയെ കൊണ്ട് കളയാനായി ഉൾക്കാട്ടിലേക്ക് നടന്നു പോവുകയാണ്. അവന്റെ അമ്മ ചെറുപുഞ്ചിരിയോടെ എല്ലാം മനസ്സിലാക്കിയിരുന്നു. തൻ്റെ മകന് എന്നെ വെറുത്തിട്ടുണ്ട്, എന്നെ കളയാനാണ് ഈ ഉൾക്കാട്ടിലേക്ക് പോകുന്നത് എന്ന് ആ അമ്മയ്ക്ക് ബോധ്യമായിരുന്നു. ആ അമ്മ തൻ്റെ മുകളിലുള്ള മരത്തിൽ നിന്ന് ഇലകൾ പറിച്ച് താഴെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ആ മകൻ അത് ശ്രദ്ധിച്ചിട്ടും അത് വകവയ്ക്കാതെ അങ്ങനെ ആ അമ്മയെയും തോട്ടിലേറ്റ് ഉൾക്കാടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ അമ്മയെ ആ ഉൾക്കാട്ടിൽ കളഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. പക്ഷെ അവൻ വന്ന വഴി അവന് മറന്നു പോവുകയാണ്. അപ്പോഴാണ് പിറകിൽ നിന്ന് ആ അമ്മയുടെ വിളി. സ്നേഹത്തോടെ തന്നെ കളയാനാണ് ഇവൻ ഇവിടെ കൊണ്ടുവന്നത് എന്നറിഞ്ഞിട്ടും സ്നേഹത്തോടെ, മകനെ നീ വിഷമിക്കേണ്ട, ഞാൻ വരുന്ന സമയത്ത് മേലിൽ നിന്ന് ഇലകൾ പറിച്ച് താഴെയിട്ടിട്ടുണ്ട്, ആ വഴിയിലൂടെ നീ പോയാൽ മതി എന്ന് ആ അമ്മ പറയുകയാണ്. ആ മകന്റെ ചങ്ക് പൊട്ടുകയാണ്. തൻ്റെ അമ്മയ്ക്ക് എത്രത്തോളം എന്നോട് സ്നേഹമുണ്ട്, ഞാൻ ഈ കാട്ടിൽ കളയാൻ വന്നതാണെന്നും കളഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാണെന്നും അറിഞ്ഞിട്ടും ആ അമ്മ തൻ്റെ മകന് പോകാനുള്ള വഴി നേരത്തെ കരുതി വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂട്ടുകാരെ, നമ്മുടെ അമ്മ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ അമ്മയാണ്, അച്ഛനാണ് എന്ന കാര്യം എപ്പോഴും നമ്മൾ ഓർക്കുക. ആ മകൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി അവൻ്റെ അമ്മയെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.